നമസ്കാരം. പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു വാർത്താ ദിനം ആശംസിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. നിരവധി വാർത്തകളുള്ള ഒരു വാർത്താ ദിനം കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി എടുത്തു പറയാനുള്ള, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന സാഹചര്യമാണ്. രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളും ഒക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ നടത്താറുണ്ട്. ഇന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതികരണമായി മാറുന്നത് കെ സുധാകരൻ ന്യൂസ് 18 നൽകിയ അഭിമുഖമാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ തവണ 19 സീറ്റുകളും UDF നേടാൻ കഴിഞ്ഞു. ഇപ്പോൾ 19 സീറ്റിൽ ഒരു സീറ്റ് കേരള കോൺഗ്രസ് LDFിലേക്ക് പോയതോടെ അത് LDFിന്റെ ഭാഗമാണെങ്കിൽ കൂടിയും അങ്ങനെ 2019 അങ്ങനെ ഒരു വലിയ വിജയം UDFിനെ സംബന്ധിച്ചുണ്ടായി. ആലപ്പുഴ മാത്രമാണ് കയ്യിൽ നിന്ന് നഷ്ടമായത്. ഇത്തവണ ആലപ്പുഴയും തിരിച്ചു പിടിച്ച് 20ൽ 20 സീറ്റും UDF കരസ്ഥമാക്കുമെന്നുള്ളൊരു പ്രതികരണം കെ സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സ്വാഭാവികമായും ഇതിലടക്കം നിരവധി രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ പ്രതികരണം നമുക്കിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് എക്സാലോജിക്കിനെതിരായ കേന്ദ്ര അന്വേഷണമാണ്. ഇന്നിപ്പോൾ നിയമസഭ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ വിഷയം പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. മുഖ്യമന്ത്രി കേന്ദ്ര അന്വേഷണത്തിനെതിരെ ഏത് രീതിയിൽ മറുപടി പറയുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒപ്പം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലും ഒരുപക്ഷെ ഈ വിഷയം ചർച്ചയാകാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. മറ്റൊന്ന്, ഏറ്റവും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുന്നത് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയായി ചാമ്പൈ സോറൻ എന്ന സത്യപ്രതിജ്ഞ ചെയ്യുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു 24 മണിക്കൂർ നീണ്ടുനിന്ന ഒരു അനിശ്ചിതത്വം ഒക്കെ ഉണ്ടായിരുന്നു. ഗവർണറെ 2 തവണ സമീപിച്ചെങ്കിൽ കൂടിയും ഗവർണർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ക്ഷണിക്കാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. BJP രാഷ്ട്രീയം കളിക്കുന്നു, ഗവർണറെ മുൻനിർത്തി എന്ന ആരോപണമൊക്കെ പ്രതിപക്ഷവും ഇന്ത്യ മുന്നണിയും എല്ലാം ഒരേപോലെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും വിശദമായി ഈ റിപ്പോർട്ടുകളിലേക്കൊക്കെ വരാം. ആദ്യം ടോപ്പ് ഹെഡ്ലൈൻസ്. വിശദമായി നോക്കാം. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ കെ സുധാകരന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ആദ്യം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20ൽ 20 കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി ആലപ്പുഴ പിടിച്ചെടുക്കും. വലിയ മനക്കരുത്തോടെയാണ് ന്യൂയോർക്കിൽ നിന്നും താൻ തിരിച്ചെത്തിയിരിക്കുന്നത് എന്നും KPCC അധ്യക്ഷൻ ന്യൂസ് 18 പറഞ്ഞു. സതീശനെതിരെ ആരോപണം ഉന്നയിച്ച PV അൻവറിന്റെ തലയ്ക്കെന്തോ അസുഖമുണ്ടെന്നും സുധാകരൻ വിമർശിച്ചു. നവകേരള സദസ്സിലൂടെ സർക്കാരും കേരള യാത്രയിലൂടെ BJPയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി കളമൊരുക്കുമ്പോൾ കോൺഗ്രസും ഒട്ടും പിന്നിലല്ല. KPCC അധ്യക്ഷൻ കെ സുധാകരൻ നയിക്കുന്ന സമരാഗ്നി കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഏതാനും ദിവസങ്ങൾക്കകത്ത് തുടങ്ങുകയാണ്. ഈ അവസരത്തിൽ കെ സുധാകരൻ ന്യൂസ് 18 ചേരുന്നു. താങ്കൾ ചികിത്സയൊക്കെ കഴിഞ്ഞ് തിരികെ എത്തിയതാണ്. പൂർവാധിക ശക്തിയോടെയാണോ മടങ്ങിവരവ്? നിശ്ചയമായും മാനസികമായി പുതിയ കരുത്ത് നേടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് കേരളത്തിൽ കോൺഗ്രസ് വളരെ മുമ്പേ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ വിഷൻ 24 നമ്മളുണ്ടാക്കിയ ഒരു പ്രൊജക്റ്റാണത്. ആ പ്രൊജക്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ മാസങ്ങൾ ഒരുപാടായി. ആ ഇലക്ഷന്റെ ഒരു കണ്ടിന്യൂഷൻ വർക്ക് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും മണ്ഡലം തല യോഗങ്ങൾ നടക്കുകയാണ്. നമ്മളുടെ ഒരു അധ്വാനം പാർട്ടി പ്രവർത്തകന്മാരും അനുഭാവികളും ഉൾക്കൊള്ളുന്നു എന്നതാണ് നമുക്ക് ഉള്ള ഒരു അനുകൂലമായ ഘടകം. ഒരു കാര്യം എടുത്തു ചോദിക്കാനുള്ളത്, നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ തന്നെ 150 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് PV അൻവർ MLA ഉൾപ്പെടെയുള്ളത്. ഇതൊരു രാഷ്ട്രീയ ആരോപണമായിട്ടാണോ അതോ ഇതിൽ എന്തെങ്കിലും വസ്തു എന്താണ്? KPCC അധ്യക്ഷൻ എന്താണ് തോന്നുന്നത്? രാഷ്ട്രീയ ഇതൊന്നുമല്ല, അദ്ദേഹത്തിന്റെ തലക്കെന്തോ മിസ്റ്റേക്ക് ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം. മറ്റ് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് സതീശനെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുക സാമാന്യ ബുദ്ധിയുള്ള വിവരമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ഒരിക്കലും ചെയ്യില്ല. ഒരു കഥ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു അലിഗേഷൻസ് പറയുമ്പോൾ അതിനകത്ത് ഒരു 5% യാഥാർത്ഥ്യം വേണം. ഇത് 1% പോലും യാഥാർത്ഥ്യമില്ലാത്ത ഒരു കൺസെപ്റ്റ്
മനസ്സിലിരുന്ന കൊണ്ടു നടന്ന കൺസെപ്റ്റാണ് അദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തി സംസാരിച്ചത്. ഈ സീറ്റ് നിർണയ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോൺഗ്രസ് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു ധാരണ എപ്രകാരമാണ്? ലീഗുമായും ജോസഫ് ഗ്രൂപ്പും ഒക്കെയായി ബന്ധപ്പെട്ട് 3 കക്ഷികളായി ചർച്ച നടന്നു. മുസ്ലിം ലീഗ് അടക്കം 5-ാം തീയതിക്ക് വേണ്ടി വിരിക്കാൻ തീരുമാനിച്ചിട്ടാണ് പിരിഞ്ഞത്. ചർച്ച മിക്കവാറും വളരെ നന്നായ രീതിയിൽ തീരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഒന്ന്, രാഷ്ട്രീയത്തിന്റെ ഗൌരവങ്ങൾ എല്ലാ ഘടകകക്ഷികൾക്കും നല്ല ബോധ്യമുണ്ട്. സമരാഗ്നി 9-ാം തീയതി നമ്മൾ തുടങ്ങുകയാണ്. അത് കണ്ണൂർ ജില്ലയിലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും പ്രവർത്തകന്മാരുടെ മനസ്സിന്റെ താല്പര്യത്തിന്റെ തീജ്വാലയുണ്ടാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇടതുപക്ഷ സർക്കാരിനെതിരെയും BJP സർക്കാരിനെതിരെയും അവരുടെ കൊള്ളരുതായ്മകൾ മനുഷ്യ മനസ്സിൽ ശാക്തീകരിച്ചെടുക്കാനുള്ള ഒരു പ്രചരണമായി നമ്മൾ ഈ സമരത്തെ മാറ്റാൻ പോവുകയാണ്. വലിയ ജനക്കൂട്ടത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാം വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡായി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രവർത്തന രംഗത്താണ് കേരളത്തിലെ മുഴുവൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും അതിന്റെ പ്രവർത്തന രംഗത്താണ്. കഴിഞ്ഞ 10 ദിവസമായി അവരൊക്കെ ആ പരിപാടികളിലാണ്. അതുകൊണ്ട് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ജനങ്ങൾ ഏറ്റെടുക്കുന്നു. 20-20 പ്രതീക്ഷിക്കുന്നത്. നിശ്ചയമായും നമ്മുടെ ക്വസ്റ്റൻ ഔട്ട് ഓഫ് 20 ഔട്ട് ഓഫ് 20 അതാണ് നമ്മുടെ സ്ലോഗൻ തന്നെ. അതാണ് അതിനുള്ള സാഹചര്യം കേരളത്തിലുണ്ട്. നമുക്ക് 100%. നമുക്ക് പഴയ കാലത്തെ ഇതിന്റെ അകത്ത് നമുക്ക് വളരെ അനുകൂലമായ കാലാവസ്ഥയല്ലേ, അതിനേക്കാൾ നല്ല കാലാവസ്ഥയല്ലേ. അന്ന് 19 കിട്ടിയ നമുക്ക് 20 എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കൊള്ളാവുന്നൊരു നേതാവിനെ ഇരുത്തിയാൽ വിജയിക്കാവുന്നതേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ്. ജനമനസ്സിൽ ഇവർക്കെതിരെയുള്ള വികാരത്തെ കയ്യിലെടുക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു. അവസാനമായി ഒരു കാര്യം കൂടെ ചോദിക്കുന്നു. ഈ കണ്ണൂരിൽ താങ്കളല്ല മത്സരിക്കുന്നെങ്കിൽ മറ്റ് ആർക്ക് എന്നൊരു വലിയ ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയരുന്നുണ്ട്. അത് ഒറ്റയടിക്ക് അങ്ങനെ മറുപടി പറയേണ്ടതല്ല. അത് ചർച്ച ചെയ്യേണ്ടുന്ന എല്ലാ വേദിയിലും ചർച്ച ചെയ്തിട്ട് മാത്രമേ ഒരു സ്ഥാനാർത്ഥിയുടെ പേരിനെ കുറിച്ച് KPCC പ്രസിഡന്റ് അഭിപ്രായം പറയാവൂ. അതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പക്ഷെ നമുക്ക് സമർത്ഥന്മാരായ നേതാക്കന്മാർ നമുക്ക് മത്സരിക്കാനുണ്ട്. അവരുടെ ഇഷ്ടതയൊക്കെ പാർട്ടി ഹൈക്കമാൻഡിന് നമ്മൾ നൽകുന്നുണ്ട്. അവരുടെ തീരുമാനത്തിലാണ് വിധേയമായിട്ടാണ് അത്തരം തീരുമാനത്തിന്റെ അകത്ത് അവസാന തീരുമാനം കൈക്കൊള്ളുക. ഓക്കെ, എന്തായാലും വളരെയധികം നന്ദി. തിരക്കിനിടയിലും നിലപാട് വ്യക്തമാക്കിയാണ്. കെ സുധാകരന്റെ പ്രതികരണമാണ് കണ്ടത്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റും UDF ജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവച്ചത്. വളരെ വലിയ കരുത്തോടെയാണ് താൻ ന്യൂയോർക്കിലെ ചികിത്സ കഴിഞ്ഞ് മടങ്ങിയെത്തിയതെന്നും അദ്ദേഹം പറയുന്നു. ഒപ്പം PV അൻവർ VD സതീശനെതിരായ ആരോപണം അദ്ദേഹം തള്ളിക്കളയുന്ന സാഹചര്യം കൂടിയുണ്ട്. ഡാനോട് സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ എക്സാലോജിക് വിവാദം ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ കേന്ദ്ര അന്വേഷണത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നാകും ആവശ്യം. മാത്യു കുഴൽനാടനാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് അനുമതി തേടുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേന്ദ്ര നീക്കങ്ങൾ ശക്തമാകുന്നതിനിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവാദം CPM ചർച്ച ചെയ്തേക്കും. മകളിലൂടെ മുഖ്യമന്ത്രിയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന വിലയിരുത്തലാണ് CPM-ന്. കേന്ദ്ര കമ്മിറ്റി യോഗ തീരുമാനങ്ങളും ഇന്നത്തെ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയായേക്കും. ജാർഖണ്ഡ് രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് നോക്കാം. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ചാമ്പേ സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞ ചെയ്യാൻ ഗവർണർ ക്ഷണിച്ചു. 10 ദിവസത്തിനകം ഭൂരിപക്ഷം തെളിയിക്കണമെന്നാണ് നിർദ്ദേശം. ER രാഗേഷ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. രാഗേഷ്, എന്തായാലും ഈ ഹേമന്ത് സോറന്റെ രാജി അതിനുശേഷം ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യമായിരുന്നല്ലോ. പ്രത്യേകിച്ചും ചാമ്പേ സോറനെ മുഖ്യമന്ത്രിയായി ജയം തീരുമാനിച്ചിട്ടും ഗവർണറെ കണ്ടിട്ടും അതിനൊരു ക്ഷണം ലഭിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ പോയ 24 മണിക്കൂറാണ്. 2 തവണയോ മറ്റോ അദ്ദേഹം ഗവർണറെ പോയി കാണുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടി മാത്രമാണ് ക്ഷണം വന്നത്. എങ്ങനെ കാണണം? എന്താണ് സാഹചര്യം? എപ്പോഴായിരിക്കും സത്യപ്രതിജ്ഞ? രഞ്ജിനി, ഒടുവിൽ ജാർഖണ്ഡിൽ സത്യപ്രതിജ്ഞയ്ക്കായി ചമ്പേ സോറനെ ക്ഷണിച്ചിരിക്കുകയാണ് ഗവർണർ CP രാധാകൃഷ്ണൻ. കാരണം ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ക്ഷണിച്ചുകൊണ്ടുള്ള രാജ്ഭവന്റെ അറിയിപ്പ് ചമ്പേ സോറനെ ലഭിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയായി ഇന്ന്
ചമ്പൈ സോറൻ സത്യപ്രതിജ്ഞ ചെയ്യും. കാരണം ബുധനാഴ്ചയാണ് ED കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെയാണ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത്. അതിനുശേഷം 2 തവണ JMM നേതാക്കൾ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ സർക്കാരിനെ സത്യപ്രതിജ്ഞയ്ക്കായുള്ള ക്ഷണിക്കാനുള്ള തീരുമാനം മാത്രം ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. മാത്രവുമല്ല, ഏറ്റവും ഒടുവിൽ 43 MLA-മാരുടെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള വീഡിയോ സന്ദേശം വരെ പുറത്തിറക്കി മഹാസഖ്യം. അതിനുശേഷമാണ് ഇപ്പോൾ ഏതായാലും രാത്രി ഏറെ വൈകി ഗവർണറുടെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും 10 ദിവസത്തിനകം തന്നെ ഭൂരിപക്ഷം തെളിയിക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഗവർണർ നൽകിയിട്ടുള്ളത്. കാരണം വലിയ വിമർശനങ്ങൾ ഗവർണർ ഈ നടപടി നീട്ടിക്കൊണ്ടുപോകുന്നതിനെതിരെ വലിയ വിമർശനങ്ങൾ കോൺഗ്രസ് അടക്കം മഹാസഖ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശമനുസരിച്ചാണോ അതോ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചാണോ ഗവർണർ പ്രവർത്തിക്കുന്ന വിമർശനം കോൺഗ്രസ് നേതാവ് മനു അഭിഷേക് സിംഗ്വി ഉന്നയിക്കുകയും ചെയ്തു. മാത്രവുമല്ല, മല്ലികാർജ്ജുൻ ഖർഗെയും സമാനമായ രീതിയിൽ ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ട് വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അതായത് ജനാധിപത്യത്തിന് ആണിയടിക്കുന്ന നടപടിയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം വ്യക്തമായ ഭൂരിപക്ഷമുള്ള സർക്കാരാണ് ജാർഖണ്ഡിലേത്. അപ്പോൾ തന്നെ ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് ഇത്തരത്തിൽ സർക്കാരിനെ രൂപീകരിക്കാൻ ക്ഷണിക്കാത്ത നടപടി അടക്കമുള്ള വിമർശനം മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ വലിയ വിമർശനങ്ങൾ തുടരുന്നൊരു ഘട്ടത്തിനിടയിലാണ് ഏതായാലും ഗവർണർ CP രാധാകൃഷ്ണൻ സർക്കാർ രൂപീകരണത്തെ ഏതായാലും ചമ്പൈ സോറനെ ക്ഷണിച്ചിരിക്കുന്നത്. നിലവിൽ ഹേമന്ത് സോറൻ സർക്കാരിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു ചമ്പൈ സോറൻ. 7 തവണ MLA ആയിട്ടുള്ള അദ്ദേഹം JMM-ന്റെ സീനിയർ നേതാക്കളിൽ ഒരാളാണ്. JMM രൂപീകരണത്തിനായി ഷിബു സോറനൊപ്പം അടക്കം പ്രവർത്തിച്ച പാരമ്പര്യമുള്ള നേതാവാണ്. ഏതായാലും കുടുംബത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഭാര്യയെ ആദ്യം മുഖ്യമന്ത്രിയായി കൊണ്ടുവരാനുള്ള പരിഗണന, അത്തരമൊരു നീക്കങ്ങളൊക്കെ ഹേമന്ത് സോറന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ കുടുംബത്തിൽ നിന്ന് തന്നെ അതിന് എതിർപ്പുണ്ടായി. തുടർന്നാണ് വിശ്വസ്തൻ കൂടിയായ ചമ്പൈ സോറന് നറുക്ക് വീഴുന്നത്. ഏതായാലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വലിയ വെല്ലുവിളി ഈ മഹാസഖ്യത്തിന് മുന്നിലുള്ളത്. 10 ദിവസമാണ് സാവകാശം നൽകിയിരിക്കുന്നത്. ആ 10 ദിവസത്തിനുള്ളിൽ തന്നെ MLA-മാർ മറുകണ്ഠം ചാടാതെ നോക്കുക എന്ന് തന്നെയാണ് JMM-നും ഒപ്പം തന്നെ മഹാസഖ്യത്തിനു മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. കാരണം ഇതിനോടകം തന്നെ BJP-യുടെ ഭാഗത്തുനിന്ന് MLA-മാരെ അടർത്തി മാറ്റാനുള്ള നീക്കങ്ങൾ ഉണ്ടായി എന്ന വിമർശനം മഹാസഖ്യത്തിൻ്റെ നേതാക്കൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 10 ദിവസം MLA-മാരെ മറുകണ്ഠം ചാടാതെ നോക്കേണ്ട ഉത്തരവാദിത്തം ഏതായാലും മഹാസഖ്യത്തിനുണ്ട്. ഇന്നലെ ഗവർണറുടെ തീരുമാനം വൈകുന്നതിന് തൊട്ടു പിന്നാലെ MLA-മാരെ ഹൈദരാബാദിലേക്ക് മാറ്റാനുള്ള നീക്കം JMM-ന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ആ ഫ്ലൈറ്റിന് പുറപ്പെടാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് MLA-മാർ ഇപ്പോൾ റാഞ്ചിയിൽ തന്നെ തുടരുന്നത്. ഏതായാലും ഇന്ന് മുഖ്യമന്ത്രിയായി ചമ്പൈ സോറൻ സത്യപ്രതിജ്ഞയും സ്വാഭാവികമായും ഭൂരിപക്ഷം തെളിയിക്കാനുള്ള സമയം 10 ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ അത്തരമൊരു നീക്കം പ്രത്യേകിച്ച് റിസോർട്ടിലേക്ക് അടക്കം മാറ്റാനുള്ള നീക്കവും ഏതായാലും തള്ളിക്കളയാൻ കഴിയില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാകേഷ്. ഇനിയുള്ള 10 ദിവസം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഭൂരിപക്ഷം തെളിയിക്കേണ്ട സാഹചര്യമുണ്ട്. ഈ MLA-മാരെ മറുകണ്ഠം ചാടിക്കാൻ BJP-യുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ പുറത്തു വന്നാണ്. പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചതുമാണ്. എങ്ങനെ കാണണം ആ സാഹചര്യത്തെ? പ്രത്യേകിച്ചും ഇന്നലെ MLA-മാരെയൊക്കെ ഹൈദരാബാദിലേക്ക് മാറ്റാൻ ശ്രമിച്ചിരുന്ന അവസാന നിമിഷം ഫ്ലൈറ്റിൽ കയറിയ ശേഷമാണ് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ അവരെ ഇറക്കി വീണ്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം. ഈ BJP-യുടെ നീക്കം ഫലം കണ്ടില്ല. MLA-മാരെ BJP പാളയത്തിൽ എത്തിക്കാനുള്ള നീക്കം ഫലം കണ്ടില്ല. അതുകൊണ്ട് ആ ഫലം കാണുമോ എന്നൊരു ആശങ്കയുള്ളത് കൊണ്ടായിരുന്നു ഈ ഗവർണർ ഈ തീരുമാനം ഇത്രയും വൈകിച്ചത് എന്ന രീതിയിലുള്ള ആരോപണവും ഈ JMM ആയാലും ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളായാലും ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. നിലവിലെ അംഗബലം അനുസരിച്ച് ഏതായാലും സർക്കാർ സുരക്ഷിതമാണ്. കാരണം 81 അംഗ നിയമസഭയാണ് ജാർഖണ്ഡിലേത്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 41 MLA-മാരുടെ പിന്തുണയാണ്. JMM-ന് മാത്രം 29 MLA-മാരുണ്ട്. കോൺഗ്രസിന് 17 MLA-മാർ, ഒപ്പം തന്നെ RJD-ക്ക് ഒരംഗം. അങ്ങനെ 47 പേരുടെ പിന്തുണയുണ്ട്. ഇതിനു പുറമെ NCP-ക്ക് അംഗമുണ്ട്, CPI-ML-ന് ഒരു അംഗമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് സർക്കാരിനെ പിന്തുണയ്ക്ക് ഒരു ആവശ്യഘട്ടത്തിൽ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം 49 ഉയരുകയും ചെയ്യും. ഒപ്പം ചില സ്വതന്ത്ര MLA-മാരും സർക്കാരിനെ പിന്തുണച്ചേക്കാം. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന് പ്രതിസന്ധികളില്ല. പക്ഷേ ഈ ഗവർണറുടെ തീരുമാനം വൈകുന്നതാണ് മറ്റു ചില അഭ്യൂഹങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. അതായത് BJP ഇത്തരത്തിൽ സർക്കാരിനെ താഴെയിടാൻ MLA-മാരെ സമീപിക്കുന്നുണ്ടെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് ഇത് വഴിവെക്കുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഗവർണർ സ്വാഭാവികമായും
10 ദിവസത്തെ സമയപരിധി ഭൂരിപക്ഷം തെളിയിക്കാൻ നൽകിയിരിക്കുകയാണ്. സ്വാഭാവികമായും MLA-മാരെ റാഞ്ചിയിൽ നിന്ന് മാറ്റാനുള്ള നീക്കം തന്നെയായിരിക്കും മഹാസഖ്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. കാരണം ഈ 10 ദിവസത്തിന് ശേഷം ഭൂരിപക്ഷം തെളിയിക്കാനായില്ലെങ്കിൽ സ്വാഭാവികമായും സർക്കാർ താഴെ വീഴും. അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള നടപടി അടുത്ത മണിക്കൂറുകളിൽ ഏതായാലും ഉണ്ടാവും. ഒരുപക്ഷെ ചമ്പൈ സോറന്റെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ട് പിന്നാലെ MLA-മാരെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ തന്നെയാണ് സാധ്യത. നിലവിലെ സാഹചര്യത്തിൽ അവരെ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. രഞ്ജിനി, രാകേഷ്, ഇതിലിപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കാര്യം എടുക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കക്ഷിയാണല്ലോ JMM. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് നിതീഷ് കുമാർ മറുകണ്ഠം ചാടിയത്. അതിനുശേഷം ഇതാ ഇപ്പോൾ വീണ്ടും ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയായിക്കൊണ്ട് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരിക്കുന്നു. ഇന്ത്യ മുന്നണി ഈ സാഹചര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ചും നേരത്തെ തന്നെ വിമർശനമുണ്ടായിരുന്നു. BJP ഇതര സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടൊക്കെ ഇത്തരത്തിൽ ED ഉപയോഗിച്ചും ഗവർണറെ ഉപയോഗിച്ചുമാണ് കേന്ദ്രം നേരിടുന്നത്, അത്തരത്തിൽ അവരെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ എല്ലാ ഘട്ടത്തിലും ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടുമിരിക്കുകയാണ്. അഴിമതി കേസിലാണ് അറസ്റ്റിലാകുന്നതെങ്കിലൊക്കെ കൂടിയും ഏത് രീതിയിലാണ് ഇന്ത്യ മുന്നണി സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത്? ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മിക്കവാറും 30 ദിവസം അല്ലെ 1 മാസത്തിനുള്ളിൽ തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയല്ലേ മുന്നിലുള്ളത്? ഇത് രാഷ്ട്രീയ പ്രേരിതം എന്ന വിമർശനം തന്നെയാണ് ഏതായാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ EDയുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഗവർണർ ഇത്തരത്തിൽ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം സർക്കാർ രൂപീകരണത്തിന് ക്ഷണിക്കാതിരുന്ന നടപടിയെയും അവർ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഹേമന്ത് സോറന്റെ ഹർജി കൂടി ഇന്ന് സുപ്രീം കോടതിയിൽ വരുന്നുണ്ട്. അതായത് ED നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹേമന്ത് സോറൻ ഇന്നലെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. അതായത് ഹേമന്ത് സോറൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം തന്നെ അറസ്റ്റ് ചെയ്തത് രാജ്ഭവനിൽ വെച്ചതാണ്. മാത്രവുമല്ല EDയുടെ നടപടി, അത്തരത്തിൽ ഉള്ള നടപടി നിയമവിരുദ്ധമാണ് എന്നാണ് പ്രധാനമായും ഹേമന്ത് സോറൻ ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രവുമല്ല വ്യക്തമായ ഗൂഢാലോചന അടിസ്ഥാനത്തിലാണ് തനിക്കെതിരായ അറസ്റ്റും മറ്റ് കേസും അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കാരണം മാസങ്ങൾക്ക് കഴിഞ്ഞാൽ ഏതാണ്ട് അടുത്ത മാസത്തോടുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടുള്ള നാടകമാണ് ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല ED കേന്ദ്ര സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു എന്ന വിമർശനം കൂടി ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അറസ്റ്റ് നിയമവിരുദ്ധമാണ്. രാജ്ഭവനിൽ വെച്ചാണ് തന്നെ രാജി സമർപ്പിക്കാൻ പോയപ്പോൾ തന്നെ രാജ്ഭവനിൽ വെച്ചാണ് കസ്റ്റഡി എടുത്തത് എന്ന വാദമാണ് ഹേമന്ത് സോറൻ ഉന്നയിക്കുന്നത്. ഏതായാലും ഹർജി ഇന്ന് 10:30 സുപ്രീം കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ന് കോടതിയുടെ നീക്കം അല്ലെങ്കിൽ കോടതിയുടെ നടപടി തീരുമാനം എന്ത് തന്നെ ആയാലും രാഷ്ട്രീയ പ്രേരിതമാണ് ഈ അറസ്റ്റ് എന്ന വാദത്തിൽ തന്നെയായിരിക്കും ഇന്ത്യ മുന്നണി നേതാക്കളും ഹേമന്ത് സോറനും ഉറച്ചു നിൽക്കുക. നേതാക്കളുടെ പ്രതികരണവും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആ രീതിയിലുള്ള പ്രതികരണമാണ് മുന്നണി നേതാക്കളുടെ ഭാഗത്തു നിന്നും JMM-ന്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നത്. ഇതിലിപ്പോൾ സുപ്രീം കോടതിയിൽ ഇന്ന് ഹർജി വരുന്ന സാഹചര്യമൊക്കെയുണ്ട്. എന്ത് പ്രതീക്ഷിക്കണം സുപ്രീം കോടതിയിൽ? പ്രത്യേകിച്ചും സ്വാഭാവികമായും ഇന്ത്യ മുന്നണി ആയാലും അല്ലെങ്കിൽ JM ആയാലും ഹേമന്ത് സോറനായാലും കോടതിയിൽ പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ രാഷ്ട്രീയമായുള്ള ആക്രമണമാണ് BJP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സ്വാഭാവികമായും BJP ഇതര സർക്കാരുകളെ താഴെ വീഴ്ത്താനുള്ള നീക്കം BJP എല്ലാ കാലത്തും നടത്തുകയാണ്. അതിന്റെ ഭാഗമായുള്ള രാഷ്ട്രീയ നീക്കമാണ് ED ഉപയോഗിച്ച് ഇവിടെ നടത്തിയിരിക്കുന്നതെന്ന വാദമായിരിക്കും സ്വാഭാവികമായും സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ പോവുക. ഏത് രീതിയിലായിരിക്കും കോടതിയിൽ നമ്മൾ സാഹചര്യങ്ങളെ കാണേണ്ടത്? എന്ത് പ്രതീക്ഷിക്കണം? സ്വാഭാവികമായും കപിൽ സിബലാണ് ഹേമന്ത് സോറന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത്. നേരത്തെ ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി ഹേമന്ത് സോറൻ നൽകിയിരുന്നു. ഏതായാലും ആ ഹർജി പിൻവലിച്ചുകൊണ്ടാണ് ഇന്നലെ ഏതായാലും സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഏതായാലും ഇന്ന് തന്നെ അടിയന്തരമായി പരിഗണിക്കാം. ഇന്നലെ ഈ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് അടിയന്തരമായി ഇന്ന് തന്നെ പരിഗണിക്കാം എന്നുള്ള ഉറപ്പ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഏതായാലും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വാദം തന്നെയായിരിക്കും കപിൽ സിബൽ ഉന്നയിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് EDയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വേട്ടയാടൽ നടത്തുകയാണ്. ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ സമാനമായ ഉദാഹരണങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയായിരിക്കും കപിൽ സിബൽ ഇന്ന് ഏതായാലും ഹേമന്ത് സോറന് വേണ്ടി ചൂണ്ടിക്കാണിക്കുക. ഒപ്പം തന്നെ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അത് വ്യക്തമാക്കുന്നതാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം അറസ്റ്റ് നിയമവിരുദ്ധമാണ്, അധികാര പരിധിയിലില്ലാത്തതാണ്. കാരണം രാജ്ഭവനിലിരിക്കെ രാജ്ഭവനിൽ രാജി സമർപ്പിക്കാൻ പോയ ഘട്ടത്തിലാണ് ED ഉദ്യോഗസ്ഥർ കസ്റ്റഡി എടുത്ത് തുടങ്ങിയ വാദങ്ങൾ ഈ ഹർജിയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അക്കാര്യം ബോധിപ്പിക്കാൻ തന്നെയായിരിക്കും ഇന്ന് കോടതി നടപടികളിലും സ്വാഭാവികമായും ഹേമന്ത് സോറനും അഭിഭാഷകനും ചെയ്യുക.
യെസ്, AR രാകേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ജാർഖണ്ഡ് രാഷ്ട്രീയത്തിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ചാമ്പേ സോറൻ ഇന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടതും 24 മണിക്കൂറിന് ശേഷമാണ് 2 തവണ ഗവർണറെ കണ്ട് മന്ത്രിസഭ രൂപീകരിക്കാൻ അംഗീകാരം ചോദിച്ചിട്ടും നൽകാതെ 24 മണിക്കൂറിന് ശേഷം മാത്രമാണ് അത്തരത്തിലൊരു ക്ഷണം ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും കൃത്യമായ രാഷ്ട്രീയമാണ് ഇതിന് പിന്നിലെന്ന് JMM-ഉം ഇന്ത്യ മുന്നണിയും ഒരുപോലെ ആരോപിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതിനിടയിലാണ് ഹേമന്ത് സോറന്റെ ഹർജി സുപ്രീം കോടതിയിൽ വരുന്നത്. അതിൽ എന്ത് തീരുമാനമുണ്ടാകുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ കോഴിക്കോട് NIT-യിലെ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിച്ചു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അവസാന വർഷ വിദ്യാർത്ഥി വൈശാഖ് പ്രേംകുമാറിനെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് സസ്പെൻഷൻ പിൻവലിച്ചത്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്തായാലും വലിയ വിവാദമായ ഒരു വിഷയമായിരുന്നു. എന്തായാലും പ്രതിഷേധങ്ങളെ തുടർന്ന് സസ്പെൻഷൻ പിൻവലിച്ച സാഹചര്യമുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? രഞ്ജിനി, ഒരു പകലും രാവും നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് വൈശാഖിനെ സസ്പെൻഡ് ചെയ്ത നടപടി NIT അധികൃതർ പിൻവലിച്ചിരിക്കുന്നത്. ഏകപക്ഷീയമായാണ് നടപടിയെടുത്തതെന്ന് ചൂണ്ടിക്കാട്ടി വൈശാഖ് അപ്പീൽ നൽകിയിരുന്നു. ഈ അപ്പീൽ പരിഗണിച്ചാണ് വീണ്ടും വൈശാഖിൻ്റെ വാദം കേട്ട ശേഷം ഈ കാര്യത്തിലൊരു തീരുമാനമെടുക്കൂ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഈ നടപടി പിൻവലിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച വൈശാഖിൻ്റെ അപ്പീലിൽ വിശദമായ കാര്യങ്ങൾ കേൾക്കും എന്നാണ് NIT അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും തൻ്റെ ഭാഗം കേൾക്കാതെ കോളേജിൽ നടന്ന മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണക്കാരൻ താനെന്ന നിലയിലാണ് നടപടിയെടുത്തതെന്ന് വൈശാഖ് ആരോപിച്ചിരുന്നു. തികച്ചും ഏകപക്ഷീയമായ നിലപാടാണ് ഇക്കാര്യത്തിൽ മാനേജ്മെന്റ് സ്വീകരിച്ചത് എന്നും വ്യക്തമാക്കിയിരുന്നു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ദിനത്തിൽ ഈ സംഘപരിവാർ അനുകൂലമായ NIT വിദ്യാർത്ഥികളുടെ സംഘടന ഈ കോളേജിൽ ഒരു ഇന്ത്യയുടെ ഭൂപടം കാവി നിറത്തിൽ നിർമ്മിച്ചിരുന്നു. ഇതിനെതിരെയാണ് ഇന്ത്യ രാമരാജ്യമല്ല എന്ന രീതിയിൽ ഒരു പ്ലക്കാർഡ് ഉയർത്തി വൈശാഖ് പ്രതികരിച്ചത്. വൈശാഖിൻ്റെ പ്രതികരണത്തിന് പിന്നാലെ കോളേജിലെ മറ്റു വിദ്യാർത്ഥികളും സമാനമായ രീതിയിൽ തന്നെ പ്രതികരണം സംഘടിപ്പിക്കുകയുണ്ടായി. തുടർന്ന് ഈ ABVP പ്രവർത്തകരും ഇത്തരം വിദ്യാർത്ഥികളും തമ്മിലൊരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ കോളേജിൽ സംഘർഷമുണ്ടായ സാഹചര്യത്തിലാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഉത്തരവാദി ഈ വൈശാഖാണ് എന്ന് ചൂണ്ടിക്കാട്ടി സസ്പെൻഷൻ നടപടി ഉണ്ടായത്. എന്തായാലും ഇന്നലെ രാവിലെ മുതൽ കോളേജിൽ വലിയ പ്രതിഷേധമാണ് അലയടിച്ചത്. KSU വിദ്യാർത്ഥികൾ, KSU പ്രവർത്തകർ ഈ കോളേജിൻ്റെ മുൻവശത്ത് ഇന്ത്യയുടെ പ്രതീകാത്മകമായി ഭൂപടം തീർത്ത് പ്രതിഷേധിച്ചു. ഒപ്പം പലതവണ കോളേജിലേക്ക് തള്ളിക്കയറുന്നതിനും പോലീസുകാരുമായി ഉന്തും തള്ളിലേക്കുമൊക്കെ കാര്യങ്ങൾ നീങ്ങി. ഫ്രറ്റേണിറ്റി പ്രവർത്തകരും വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചു. കോളേജിനുള്ളിൽ, ക്യാമ്പസിനുള്ളിൽ NIT-യിലെ 1000-ഓളം വിദ്യാർത്ഥികൾ മണിക്കൂറുകളായി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് SFI പ്രവർത്തകർ മാർച്ചുമായി കോളേജ് ക്യാമ്പസിലേക്ക് എത്തുകയും പോലീസുമായി വാക്കേറ്റവും ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് പോലീസ് ലാത്തിചാർജ് നടത്തി നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്തായാലും സംഭവങ്ങൾ വലിയ വിവാദമായി മാറുകയും കോളേജിലേക്ക് പ്രതിഷേധക്കാരുടെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ നടപടി പുനഃപരിശോധിക്കാൻ കോളേജിൻ്റെ ഭാഗത്തുനിന്നും തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്തായാലും രാത്രിയോടുകൂടിയാണ് ഈ വിദ്യാർത്ഥിയെ തിരിച്ചെടുക്കുന്നു എന്ന അറിയിപ്പുണ്ടായത്. തിങ്കളാഴ്ച വിദ്യാർത്ഥിയുടെ അപ്പീൽ കോളേജ് പരിഗണിക്കും. രഞ്ജിനി. അനീഷ്, ഇതിലിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച വലിയ വിവാദമായ വിഷയമാണ്. NIT-യിൽ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. 1 വർഷം നീണ്ട സസ്പെൻഷനാണ് ഇതുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ ഭാവി പോലും ചിന്തിക്കാതെ കോളേജ് അധികൃതർ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇതിപ്പോൾ തിങ്കളാഴ്ച അപ്പീൽ പരിഗണിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ മറ്റൊരു തീരുമാനത്തിലേക്ക് കോളേജ് എത്താനുള്ള സാധ്യതയുമുണ്ട്. അവിടെ നമ്മൾ എന്ത് സാധ്യതയാണ് കാണേണ്ടത്? ഈ 1 വർഷം സസ്പെൻഷൻ നിലവിൽ അത് പിൻവലിച്ചെങ്കിൽ കൂടിയും ഈ അപ്പീൽ പരിഗണിക്കുമ്പോൾ ഏത് രീതിയിലുള്ള സാധ്യത കാണണം? രഞ്ജിനി, തീർച്ചയായും വിദ്യാർത്ഥിക്ക് അനുകൂലമായ തീരുമാനമാവും കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നലെ വലിയ പ്രതിഷേധമാണ് കോളേജിൽ അലയടിച്ചത്. വിദ്യാർത്ഥികൾ ഒന്നടങ്കം ക്ലാസ് ബഹിഷ്കരിച്ച് വൈശാഖിന് വേണ്ടി ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വലിയ പ്രതിഷേധമാണ്. കോളേജിലെ വിദ്യാർത്ഥികൾ അകത്ത് പ്രതിഷേധിക്കുമ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ പുറത്ത് വലിയ പ്രതിഷേധം തീർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കോളേജിലെ അധ്യയനം ദുഷ്കരമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയത്. അതുകൊണ്ട് തിങ്കളാഴ്ച അപ്പീൽ കമ്മിറ്റി ചേർന്ന് വിദ്യാർത്ഥിക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ലെങ്കിൽ അത് ഈ ക്യാമ്പസിൻ്റെ മുന്നോട്ടുള്ള പഠനത്തിന് വലിയ തടസ്സം സൃഷ്ടിക്കുമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് പുറമെ യുവജന സംഘടനകൾ അടക്കമുള്ളവർ ക്യാമ്പസിലേക്ക് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് അറിയിച്ച് കഴിഞ്ഞിരുന്നു. DYFI പോലുള്ള സംഘടനകൾ അവിടേക്ക് ഇന്നലെ തന്നെ ഈ SFI പ്രവർത്തകരുടെ മാർച്ചിന് നേരെയുണ്ടായ ലാത്തി ചാർജിന് ശേഷം DYFI പ്രവർത്തകർ അവിടേക്ക് സംഘടിതമായി എത്തുകയും ചെയ്തു. അതുകൊണ്ട് അങ്ങേയറ്റം പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യമാണ്
മാത്രമാണ് NIT-യിൽ നിലനിന്നിരുന്നത്. ആ സംഘർഷത്തിന് അയവ് വരുത്താൻ ഇത്തരത്തിൽ വിദ്യാർത്ഥിയുടെ സസ്പെൻഷൻ പിൻവലിക്കുക അല്ലാതെ മറ്റു കാരണമില്ല. ഒപ്പം വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നും അതീവ ഗുരുതരമായ ഒരു പിശക് പറ്റിയെന്ന് പറയാൻ കഴിയില്ല എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ വാദിക്കുന്നത്. കാരണം ഇന്ത്യയുടെ ഭൂപടം ഒരു പറ്റം വിദ്യാർത്ഥികൾ തെറ്റായി ചിത്രീകരിച്ച് ഈ രാമരാജ്യവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് കോളേജിൽ നിൽക്കുമ്പോൾ ഇന്ത്യ രാമരാജ്യമല്ല എന്ന പ്ലക്കാർഡ് ഉയർത്തിയാണ് വൈശാഖ് ആദ്യം ഒറ്റയാൾ പോരാട്ടം നടത്തുകയും പിന്നീട് മറ്റു വിദ്യാർത്ഥികൾ ആ പ്രതിഷേധത്തിന് ഒപ്പം കൂടുകയും ചെയ്ത്. അതുകൊണ്ട് പിന്നീട് ഈ ഇരു പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും സംഘർഷത്തിലേക്കുമൊക്കെ കലാശിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ സംഭവങ്ങളുടെ ആകെ ഉത്തരവാദി ഈ വിദ്യാർത്ഥി മാത്രമാണ് എന്ന് പറയുന്നതിൽ കഴമ്പില്ല എന്നാണ് കോളേജിലെ തന്നെ സംഘടനകളും വിദ്യാർത്ഥികളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഉത്തരവാദികൾ ഇരുപക്ഷത്തുമുള്ള വിദ്യാർത്ഥികൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ട്. പക്ഷേ ഈ വൈശാഖിനെതിരെ മാത്രം എന്തുകൊണ്ട് നടപടി എന്ന ചോദ്യമാണ് ഉയർത്തിയത്. ഇന്നലെ തന്നെ വിദ്യാർത്ഥികൾ ഈ വലിയ ഭീമഹർജി ഒരു 100 കണക്കിന് വിദ്യാർത്ഥികൾ ഒപ്പിട്ട ഹർജി ഇന്നലെ തന്നെ കോളേജിൽ അധികൃതർക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് വൈശാഖിൻ്റെ അപ്പീൽ കൂടി പരിഗണിച്ച് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും ഏകപക്ഷീയമായ ഒരു തീരുമാനം അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ ഭാഗം കൂടി കേട്ട ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കൂ എന്നാണ് ഇന്നലെ വൈകി ഇറങ്ങിയ അറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് കൃത്യമായും ഉചിതമായും കോളേജിലെ അധ്യയനം കൂടി മുന്നോട്ട് പോകുന്ന രീതിയിൽ വിദ്യാർത്ഥിയുടെ ഭാവി കൂടി പരിഗണിച്ചുള്ളൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അങ്ങനെ പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥിയുടെ ഭാവി കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഒരു പക്ഷേ തിങ്കളാഴ്ച ഈ അപ്പീൽ പരിഗണിക്കുമ്പോൾ NIT-യുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന KS ഷാൻ വധക്കേസിലെ കുറ്റപത്രം മടക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച ഹർജിയിൽ ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി 3 ഇന്ന് പരിഗണിക്കും. എന്തായാലും ഹർജി ഇന്ന് പരിഗണിക്കുന്ന സാഹചര്യമുണ്ട്. ജില്ലാ സി ബ്രാഞ്ച് DYSP ആയിരുന്ന KV ബെന്നിയാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടത് ബന്ധപ്പെട്ട സ്റ്റേഷനാണെന്നും DYSPക്ക് ഇതിന് അധികാരമില്ല എന്നുമാണ് പ്രതികളുടെ വാദം. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എന്ത് പ്രതീക്ഷിക്കണം? ഇതിലിപ്പോൾ കുറ്റപത്രം പിൻവലിക്കണമെന്ന ആവശ്യം പ്രതികൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ. രഞ്ജിനി, ഷാൻ വധവുമായി ബന്ധപ്പെട്ട് വിചാരണ നീളുന്നു എന്നുള്ള ആക്ഷേപം SDPI അടക്കം ഉയർത്തുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ന് ഈ കേസിൽ കുറ്റപത്രം മടക്കണമെന്ന പ്രതികളുടെ വാദം കോടതി കേൾക്കുന്നത്. അതായത് ഈ കേസിനകത്ത് ആദ്യഘട്ടത്തിൽ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഷാൻ വധം നടക്കുന്നത്. എന്നാൽ കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് ജില്ലാ സി ബ്രാഞ്ച് DYSP KV ബെന്നിയാണ്. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട സ്റ്റേഷൻ ഓഫീസറാണ് കുറ്റപത്രം സമർപ്പിക്കേണ്ടത്. സ്റ്റേഷൻ SHO ആണ് കുറ്റപത്രം സമർപ്പിക്കേണ്ടതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കുറ്റപത്രം മടക്കണമെന്ന് ആവശ്യപ്പെട്ടൊരു ഹർജി ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ഹർജിയിൽ കൂടി വാദം കേട്ട് അത് തീർപ്പാക്കിയാൽ മാത്രമേ വിചാരണയിലേക്ക് കടക്കാനാകൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ വിചാരണ നടപടികൾ വീണ്ടും നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഷാൻ കൊല്ലപ്പെട്ടതിന്റെ പിറ്റേ ദിവസമാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നത്. ഈ ഇരട്ട കൊലപാതകങ്ങളിൽ രണ്ടിലും ഒരു ദിവസം തന്നെയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. പക്ഷേ രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിൽ ഇപ്പോൾ വിചാരണ നടപടികളൊക്കെ പൂർത്തിയാക്കി പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരുന്നു. ഷാൻ വധക്കേസിൽ ഇതുവരെ വിചാരണ തുടങ്ങാൻ കഴിയാത്തൊരു സാഹചര്യവും പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ SDPI അടക്കമുള്ള സംഘടനകൾ ഇത്തരത്തിൽ ബോധപൂർവമായ വൈകിക്കലാണ് എന്നുള്ള ആക്ഷേപം ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും ഷാൻ കേസിൽ ഈ സംഭവത്തിൽ അതായത് ഇനിയിപ്പോൾ കുറ്റപത്രം മടക്കണമോ എന്ന കാര്യത്തിൽ ഹർജിയിൽ കോടതി തീർപ്പാക്കിയതിനു ശേഷം മാത്രമേ വിചാരണ തുടങ്ങാനായി കഴിയുള്ളൂ. ആദ്യഘട്ട കുറ്റപത്രത്തിൽ 11 പ്രതികൾക്കും പുറമെ രണ്ടാം ഘട്ട കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു. ഇതിനും അത്രത്തോളം തന്നെ ആദ്യഘട്ടത്തിൽ 9 രണ്ടാം ഘട്ടത്തിൽ 11 പ്രതികളാണ് ഉള്ളത്. ഈ 2021 ഡിസംബർ 18 ഷാൻ കൊല്ലപ്പെടുകയും അതിനോടനുബന്ധിച്ച് തന്നെയാണ് മണിക്കൂറുകൾ മാത്രം വ്യത്യാസത്തിൽ പുലർച്ചയോടുകൂടി രഞ്ജിത്ത് ശ്രീനിവാസനും കൊല ചെയ്യപ്പെടുന്നത്. ഈ രണ്ട് കേസുകൾ ഒന്നിൽ വിചാരണ പൂർത്തിയായി ശിക്ഷ വിധിച്ച വധശിക്ഷ അടക്കം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായതാണ്. രഞ്ജിത്തിന്റെ കേസിൽ വധശിക്ഷ അടക്കം വിധിച്ച ഘട്ടത്തിൽ ഷാന്റെ കേസിൽ ഇപ്പോൾ വിചാരണ തുടങ്ങാൻ കഴിയുന്ന സാഹചര്യമേ ഉള്ളൂ. ആദ്യഘട്ടത്തിൽ പ്രോസിക്യൂട്ടർ ഇല്ലായിരുന്നു എന്നതാണ് ഇപ്പോൾ ഷാന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം ജനുവരി 6 അഡ്വക്കേറ്റ് PP ഹാരിസിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ ഹർജിയിൽ തീർപ്പാകുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിനുശേഷം മാത്രമേ ഈ കേസിൽ വിചാരണ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ.
ശരി, ശരണ്യ സ്നേഹിതനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്കൊക്കെ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച് പാലക്കാട് കഞ്ചിക്കോട്ടെ വ്യവസായികൾ. സംരംഭകരെ ആകർഷിക്കാൻ വ്യവസായ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനം ഫലപ്രദമായി നടപ്പാക്കുന്ന ബജറ്റിലാണ് പ്രതീക്ഷയെന്ന് കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം ഭാരവാഹികൾ പറയുന്നു. സംസ്ഥാന ബജറ്റിൽ വലിയ പ്രതീക്ഷയിലാണ് വ്യവസായ ലോകവും. വ്യവസായ മേഖല വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത് മറികടക്കാൻ സംസ്ഥാന ബജറ്റിൽ സർക്കാരിന് എന്ത് കഴിയാനാവും, എന്ത് ചെയ്യാനാവും എന്നുള്ളതാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. എന്തായാലും നമ്മുടെ കൂടെ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഫോറം കഞ്ചിക്കോടുള്ള വ്യവസായ സ്ഥാപനങ്ങളിലുള്ള ആളുകൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതിൻ്റെ ഭാരവാഹികളാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം നമുക്ക് അവരിലേക്ക് പോവാം. എങ്ങനെയാണ് ഈ പ്രതീക്ഷ വരുന്ന സംസ്ഥാന ബജറ്റ് വരാനിരിക്കുന്നു? എന്തൊക്കെയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രധാനമായും? പ്രധാനമായും നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വലിയൊരു പ്രതീക്ഷയാണ് ഞങ്ങൾ ഈ ഒരു ബഡ്ജറ്റിൽ കാത്തിരിക്കുന്നത്. നമുക്കിവിടെ നമ്മുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറുകൾ മാത്രമേ ഉള്ളൂ. അത് അന്ന് ഒരു 30 വർഷം മുമ്പ് ഉണ്ടായ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമേ ഇപ്പോഴുള്ളൂ. അവിടെ ഈവൻ നമുക്കൊരു കുടിവെള്ളമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. അതാണ് ഞങ്ങളൊരു വലിയൊരു കഴിഞ്ഞ കാലങ്ങളിൽ ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും നടപ്പാക്കാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കേരളത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ് കഞ്ചിക്കോട് വഴി തുടങ്ങുന്ന വ്യവസായ ഇടനാഴി, ബാംഗ്ലൂർ കൊച്ചി വ്യവസായ ഇടനാഴി. ഇത്രയും വലിയൊരു പദ്ധതി, ആയിരക്കണക്കിന് പുതുതായിട്ട് വ്യവസായ സംരംഭങ്ങൾ വരാൻ പോകുന്ന ഒരു പദ്ധതി 1700 ഏക്കറോളം സ്ഥലം ഏറ്റെടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി വരുമ്പം പോലും നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇപ്പം നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ പ്രദേശമാണ് കഞ്ചിക്കോട്. 600ഓളം സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു. അവിടേക്ക് വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പോലും ഇപ്പോഴും അപര്യാപ്തമാണ്. അവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള PWD റോഡ് അതിപ്പോഴും തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതിന്റെ റീടെൻഡറിങ് ആയി എന്ന് പറയുന്നു, പക്ഷെ അതിപ്പോഴും പണി നടക്കുന്നില്ല. അവിടെ കുടിവെള്ളം ലഭ്യമല്ല വ്യവസായങ്ങൾക്ക്. അവിടുത്തെ വൈദ്യുതി കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട് നിരന്തരമായ പവർ കട്ടുകളാണ്. ഈ ഒരു മാസം ജനുവരി മാസം മാത്രം 7 പ്രവൃത്തി ദിനങ്ങളാണ് അവിടുത്തെ വ്യവസായങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ അതിപ്പോഴും 30 വർഷം പഴക്കമുള്ള ഒരു വൈദ്യുതി വിതരണ ഇൻഫ്രാസ്ട്രക്ചറാണ്. അത് ഞങ്ങൾ പലതവണയായിട്ട് സർക്കാരിന് നിവേദനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ഒരു 60 കോടിയോളം രൂപ ചെലവാക്കിയാൽ മാത്രമേ അതിനെ ഒരു റീജുവനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ റിവൈവ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ അതിനെ മോഡേണൈസ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പം അത് വരാത്തത് കാരണം സർക്കാരിനും വ്യവസായങ്ങൾക്കും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. പിന്നെ അവിടെ വ്യവസായ ഭൂമി ഇപ്പോൾ വ്യവസായ മന്ത്രി P. രാജീവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ. അതെ, ഇപ്പം ഏറ്റവും അവസാന നവകേരള സദസ്സിലും നമ്മൾ ഇതെല്ലാം നിവേദനം നൽകിയിട്ടുണ്ട്. വ്യവസായ മന്ത്രിക്കും അതുപോലെ വൈദ്യുതി മന്ത്രിക്കും നമ്മൾ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കടക്കം നമ്മൾ നിവേദനം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസം മുമ്പ് വ്യവസായ മന്ത്രിയുടെയും വൈദ്യുതി മന്ത്രിയും കൂടെ ചേർന്നൊരു യോഗമൊക്കെ നടത്തി ഇതിനു വേണ്ട താൽക്കാലികമായ പരിഹാരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ പലപ്പോഴും സർക്കാരിന്റെ ഒരു ഫണ്ട് ഷോർട്ടേജ്, ഫിനാൻഷ്യൽ ക്രൈസിസ് ഇതിനെ ബാധിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം ഈ വ്യവസായങ്ങൾ വളർന്നാൽ മാത്രമേ സർക്കാരിന് കൂടുതൽ വരുമാനം ലഭിക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു വസ്തുത മനസ്സിലാക്കി വ്യവസായങ്ങൾക്ക് വളർച്ചയില്ലേ? പാലക്കാട്ടെ വ്യവസായങ്ങൾക്ക് പൊതുവെ വളർച്ചയില്ലെന്ന് തന്നെയാണോ കരുതുന്നത്? വളർച്ചയില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് വിപണിയിലെ ഒരു മാന്ദ്യം വ്യവസായങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഇൻഫ്രാസ്ട്രക്ചർ കാറ്റഗറീസായ കൺസ്ട്രക്ഷൻ കാറ്റഗറി, ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ, അതുപോലെ സിമന്റ്, അത് അങ്ങനെയുള്ള പ്രൈമറി വ്യവസായങ്ങളെ അവരുടെ ഈ വിപണിയിലുള്ള ഒരു മാന്ദ്യം അവരെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിപണിയെ ഉണർത്തുവാനായിട്ടുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ, അതുപോലെ തന്നെ സർക്കാരിന്റെ പ്രൊക്യൂർമെന്റ് ഈ കേരളത്തിൽ തന്നെയുള്ള വ്യവസായങ്ങളിൽ നിന്ന് കൂടുതൽ എടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അത് സർക്കാർ നടത്തേണ്ടിയിരിക്കുന്നു. ഇവിടെ നടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇവിടുത്തെ വ്യവസായങ്ങളിൽ നിന്ന് തന്നെ വിഭവങ്ങൾ സമാഹരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ വ്യവസായങ്ങൾക്ക് അത് ഉണർവ് നൽകാൻ സഹായകരമാകും. അതുപോലെ തന്നെ എന്താണ് ഈ ബജറ്റിൽ പ്രധാനമായിട്ടും ഇപ്പോൾ വരാനിരിക്കുന്ന ബജറ്റിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ് പ്രധാനമായിട്ടും? ഞങ്ങളിപ്പം ബേസിക്കലി ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒന്ന് ഓഗ്മെന്റ് ചെയ്യേണ്ടത്, അപ്ഗ്രേഡ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം അണ്ടർഗ്രൗണ്ട് കേബിൾസുകൾ ഇട്ടിട്ട് ഒരു ഫീഡർ, ഒരു പോസ്റ്റിൽ തന്നെ 3 മൾട്ടി ഫീഡറുകളുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. അത് ഒരു ഫീഡർ ഓഫ് ചെയ്യണം, ഒരു ഹോൾട്ട് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3-4 ഫീഡർ ഓഫ് ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അതെല്ലാം മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടർഗ്രൗണ്ട് കേബിൾ ഇട്ട്
ഡിസ്ട്രിബ്യൂഷൻ ഇതൊന്നും റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പം വ്യവസായികൾ ഇൻഡസ്ട്രിയിലെ വ്യവസായികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ബിൽഡിംഗ് ടാക്സ് കളക്ട് ചെയ്യുന്നവർ. പഞ്ചായത്ത് ഇതുവരെ ഞങ്ങളോടൊക്കെ പ്രോമിസ് ചെയ്തിരുന്നത് പഞ്ചായത്തിന് യാതൊരു ജൂറിസ്ഡിക്ഷനും ഇല്ല എന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്ത് ഇൻഡസ്ട്രികൾ വന്ന് ഇപ്പം അവർ ഹ്യൂജ് എമൗണ്ട് ബിൽഡിംഗ് ടാക്സ് വേണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ വ്യവസായികളെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് തന്നെ നഷ്ടപ്പെടുത്തുന്ന പുതിയ ആളുകൾ ഈ മേഖലയിലേക്ക്, ഈ വ്യവസായ മേഖലയിലേക്ക് പുതിയ ആളുകൾ വരുന്നുണ്ടോ? ഇപ്പോൾ സംരംഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തീർച്ചയായിട്ടും കടന്നു വരുന്നുണ്ട്. പക്ഷേ ഈ വ്യവസായ ഭൂമിയുടെ ലഭ്യത കുറവ്, അല്ലെങ്കിൽ അത് സർക്കാരിന്റെ ഒരു പിന്തുണ ഇവർക്ക് കിട്ടാത്തതുണ്ടോ, അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു സഹായം? ഇല്ല, തീർച്ചയായിട്ടും സർക്കാർ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് വളരെ ഊർജിതമായിട്ട് പുതിയ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരുപാട് റവല്യൂഷണറി ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ K-SWIFT പോലുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നത് അത് വളരെയധികം ഉപകാരപ്രദമാണ്. അതുപോലെ സർക്കാർ ഇപ്പോൾ 1 ലക്ഷം സംരംഭങ്ങളുടെ പദ്ധതി വന്നു, സ്കെയിലപ്പ് എന്നുള്ളൊരു പദ്ധതി വന്നു. ഇതെല്ലാം തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം ഊർജ്ജം നൽകുന്നതാണ്, പുതിയ വ്യവസായങ്ങൾ വരാൻ സഹായകരമാണ്. പക്ഷേ അതുപോലെ തന്നെ നിലവിലെ വ്യവസായങ്ങളുടെ പ്രശ്നങ്ങളും കൂടെ പരിഹരിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകേണ്ടതായിരിക്കണം. ഇപ്പം തന്നെ കഞ്ചിക്കോട് ഇത്രയും വലിയൊരു വ്യവസായ മേഖലയിൽ നമുക്കൊരു എക്സിബിഷൻ നടത്താനോ ഒരു ട്രേഡ് സെമിനാർ നടത്താനോ ഒരു കൺവെൻഷൻ സെന്റർ ഇല്ല. കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ വ്യവസായ മേഖലയുടെ ആവശ്യമാണ്. പലപ്പോഴും മറ്റ് ജില്ലകൾക്ക് ഇപ്പം വ്യവസായ വകുപ്പിന്റെ ഒരു കൺവെൻഷൻ സെന്റർ ഇപ്പം പുതുതായിട്ട് വന്നിരിക്കുന്നത് എറണാകുളത്താണ്. അതുപോലെ തന്നെ ഞങ്ങൾ പാലക്കാടും വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് കുറെ കാലമായിട്ട്. അതുപോലെ തന്നെ ഇത്രയധികം വ്യവസായങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഇവരുടെ പ്രോഡക്ട്സ് ഇന്ത്യ ഒട്ടാകെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബ്, ഈ റെയിൽവേയും ഹൈവേയും കൂടെ കോർത്തുകൊണ്ട് ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബ്, മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് ഹബ്ബും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അടുത്ത പ്രതീക്ഷിക്കുന്ന സർക്കാരിന്റെ കയ്യിൽ. ഈ തമിഴ്നാട്ടിലേക്ക് ഇപ്പോൾ ഈ പുതിയ നിക്ഷേപകർ, അതായത് വ്യവസായ മേഖലയിൽ നിക്ഷേപിക്കുന്നത് കൂടുതൽ തമിഴ്നാട്ടിലേക്കും മറ്റും പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ. ഇപ്പോൾ കോയമ്പത്തൂരൊക്കെ അത്തരത്തിലുള്ള വർദ്ധിച്ചു വരുന്നുണ്ട്. കേരളത്തിലേക്ക് അത്രത്തോളം ആളുകൾ വരാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ സജീവമാകുന്ന ഒരു കാലം കൂടിയാണ്. കുറേയൊക്കെ വ്യവസായ സൗഹൃദം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ ലാൻഡ് പോളിസിയുടെ കുറച്ച് ന്യൂനതകൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ സർക്കാർ പരിഹരിച്ചു വരികയാണ്. അതിൽ കുറച്ചും കൂടെ കൺഫ്യൂഷൻ മാറാനുണ്ട്. പക്ഷേ അത് മാറുന്നതോടുകൂടി ഈ ഒരു ഒഴുക്ക് തടയാൻ പറ്റും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനുള്ള പൂർണ്ണ പിന്തുണ ഞങ്ങളും സർക്കാരിന് നൽകുന്നുണ്ട്. ട്രേഡ് യൂണിയൻ സംബന്ധമായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരു 3 വർഷം മുമ്പ് വരെ. അതും കുറഞ്ഞു വരുന്നുണ്ട്. അതിപ്പം ട്രേഡ് യൂണിയനുകളും കൂടുതലൊക്കെ സഹകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച്, സർക്കാരും സംരംഭകരും ട്രേഡ് യൂണിയനുകളും എല്ലാം കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പുറത്തേക്കുള്ള ഒഴുക്ക് തടയാനാകും. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള നിക്ഷേപകരെ കൂടുതൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ആകർഷിക്കാനും സാധിക്കും. സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിലവിലെ സംരംഭകരാണ് ഈ ഇവിടുത്തെ ഇൻഡസ്ട്രിയുടെ ബ്രാൻഡ് അംബാസഡേഴ്സ്. അപ്പം നിലവിലെ സംരംഭകർ സന്തോഷമായി അവരുടെ കാര്യങ്ങളെല്ലാം നടത്തി കിട്ടിയാൽ മാത്രമേ നമുക്കും കൂടുതൽ പേരെ ഇവിടേക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഏതായാലും കൂടുതൽ സംരംഭകർ, അതായത് കൂടുതൽ ആളുകൾ വ്യവസായ മേഖലയിൽ നിക്ഷേപിക്കാൻ കേരളത്തിലേക്ക് എത്തേണ്ടതുണ്ട്. പക്ഷേ അതിന് അടിസ്ഥാന സൗകര്യ വികസനം ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കഞ്ചിക്കോട് വ്യവസായ ഫോറം ഭാരവാഹികൾ പറയുന്നത്. എന്നാലും അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാവണം. ഒപ്പം തന്നെ ബജറ്റിൽ കാര്യമായി തന്നെ വ്യവസായ മേഖലയ്ക്ക് ഒരു ഊന്നൽ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്ത് ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തി നടപടി സ്വീകരിക്കുന്നതിൽ കോട്ടയം ഒന്നാമത്. 150 കുറ്റവാളികൾക്കെതിരെയാണ് കോട്ടയത്ത് നടപടിയുണ്ടായത്. ആലപ്പുഴയാണ് ഇക്കാര്യത്തിൽ രണ്ടാമത്. യുവാവിനെ കൊന്ന് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ കൊണ്ടിട്ട സംഭവം കേരളത്തെ ആകെ ഞെട്ടിച്ചതാണ്. KD ജോമോൻ എന്ന ഗുണ്ടയെ കാപ്പ ചുമത്തിയിട്ടും തുടർ നടപടിയെടുക്കാത്തതാണ് അന്ന് കൊലപാതകത്തിലേക്ക് നയിക്കാൻ ഒരു കാരണമായത്. ഇത് അന്ന് വിവാദമാകുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള നീക്കം ജില്ലയിൽ ശക്തമായത്. 301 കുറ്റവാളികളെ ശുപാർശ ചെയ്തതിൽ 151 പേർക്കെതിരെ നടപടി പൂർത്തിയായി. 46 പേരെ നാടുകടത്തി, 18 പേരെ ജയിലിലാക്കി. നമ്മൾ പൊതുവേ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതി അപ്പം തന്നെ നമ്മൾ നടപടി സ്വീകരിക്കുക, പരാതി സ്വീകരിക്കുക. കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ കേസെടുക്കുക. പ്രത്യേകിച്ച് ആൻറ്റി സോഷ്യൽസ് ഇൻവോൾവ് ആയ പരാതിയാണെങ്കിൽ അതിൽ വൈകാതെ തന്നെ കേസെടുക്കാനുള്ള കാര്യമാണെങ്കിൽ കേസെടുക്കുക, അറസ്റ്റും മറ്റു കാര്യങ്ങൾ നടക്കുക. ഉടൻ തന്നെ മറ്റ് പ്രിവെൻറ്റീവ് ആക്ഷൻസ് 107 CRPC, 110 CRPC, അതുപോലെ അയാൾ വീണ്ടും ക്രൈമിൽ ഇൻവോൾവ് ആവുന്നത് കൊണ്ട് മുൻകാലങ്ങളിലെ ജാമ്യൻ കണ്ടീഷൻസ് നമ്മൾ പൊതുവേ നോക്കാറുണ്ട്. അപ്പോൾ ജാമ്യൻ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കൺസേൺഡ് കോടതിക്ക് അഫിഡവിറ്റ് ഫയൽ ചെയ്ത് അത് ഫോളോ അപ്പ് നടത്തുക. അത് കാപ്പ മാത്രമല്ല, ഒരു ആൻറ്റി സോഷ്യൽസ് കൺട്രോൾ ചെയ്യണമെങ്കിൽ അതും ഒരു മെത്തഡാണ്. പിന്നെ കാപ്പ അർഹതപ്പെട്ട ആളെയും കാപ്പ കൊടുക്കുക. കോട്ടയത്ത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കാപ്പ നിയമം നടപ്പാക്കുന്നതിൽ 90% വർധനയാണ് ഉണ്ടായത്.
2018 മുതൽ 2023 വരെ സ്ഥിരം കുറ്റവാളികളായ 304 പേർക്കെതിരെയാണ് കാപ്പ നിയമപ്രകാരം നടപടിയെടുത്തത്. 250 പേർക്കെതിരെ നടപടി ശുപാർശ ചെയ്ത ആലപ്പുഴയാണ് 2ാം സ്ഥാനത്ത്. മറ്റ് ജില്ലകളിൽ നടപടി നേരിട്ടവർ 100-ൽ താഴെയാണ്. നിയമം ശക്തമായി നടപ്പാക്കാൻ തുടങ്ങിയത് കുറ്റകൃത്യങ്ങൾ കുറയാൻ കാരണമായി എന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഇടുക്കി ആദിവാസി മേഖലയിലെ നിർധനരായ കുട്ടികൾ തൊടുപുഴയിലെ പ്രീ മെട്രിക് ട്രൈബൽ ബോയ്സ് ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ഇതുപോലുള്ള സ്ഥലങ്ങൾ പോലും സുരക്ഷിതമല്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമുണ്ട്. കുട്ടികളെ വാർഡനാണ് ലൈംഗികമായി പീഡിപ്പിച്ചത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം പാവുമ്പ സ്വദേശി രാജീവിനെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹോസ്റ്റലിലെ 5 കുട്ടികൾക്കാണ് മോശം അനുഭവമുണ്ടായത് എന്ന് പോലീസ് പറഞ്ഞു. ജനുവരി 26-നാണ് കേസിനാസ്പദമായ സംഭവം. ഹോസ്റ്റലിലെ 5 കുട്ടികൾക്കാണ് മോശം അനുഭവമുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. പീഡന വിവരം കുട്ടികൾ ഹോസ്റ്റലിലെ ജീവനക്കാരെയാണ് ആദ്യം അറിയിച്ചത്. ഇവർ സംയോജിത പട്ടികവർഗ വികസന വകുപ്പ് പ്രൊജക്ട് ഓഫീസറെ അറിയിക്കുകയും അവിടെ നിന്ന് പോലീസിന് വിവരം കൈമാറുകയുമായിരുന്നു. തുടർന്നാണ് വാർഡൻ കൊല്ലം പാവുമ്പ മണപ്പള്ളി സ്വദേശി രാജീവിനെ തൊടുപുഴ മണക്കാട് റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. കുട്ടികൾക്ക് മുമ്പും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന സൂചനയുണ്ട്. 6 വർഷമായി പ്രതി ഹോസ്റ്റലിൽ ജോലി ചെയ്യുകയാണ്. കൂടുതൽ കുട്ടികളെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് കൗൺസിലിംഗിന് ശേഷമേ വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. കുട്ടികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തി. പ്രതി ഭയപ്പെടുത്തിയിരുന്നതിനാൽ കുട്ടികൾ കൂടുതൽ വിവരങ്ങൾ പറയാൻ ആദ്യം മടിച്ചുവെന്ന് പോലീസ് പറഞ്ഞു. 62 കുട്ടികളാണ് ഹോസ്റ്റലിലുള്ളത്. ഇവർ വിവിധ സ്കൂളുകളിലായിട്ടാണ് പഠിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം പനവൂർ സ്വദേശിനി അഭിരാമിയുടെ മരണം കൊലപാതകമെന്ന് ബന്ധുക്കൾ. നെടുമങ്ങാട് സ്വദേശി ശരത്തും പനവൂർ സ്വദേശിനി അഭിരാമിയും വിവാഹം കഴിച്ചത് 2 വർഷം മുൻപാണ്. അടുത്ത കാലത്തായി ശരത്തും അഭിരാമിയും തമ്മിൽ വീട്ടിൽ വഴക്ക് പതിവായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. പനവൂർ പനയമുട്ടം സ്വദേശിയായ പാറു എന്ന് വിളിക്കുന്ന അഭിരാമിയെ രാവിലെ വീടിന്റെ പുറത്തെ സ്റ്റെയർ കേസിലാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. 22 വയസ്സായിരുന്നു. ഭർത്താവ് അയ്യപ്പൻ എന്ന് വിളിക്കുന്ന ശരത് വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് സംഭവം. 2.5 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. നിശ്ചയം കഴിഞ്ഞ് അധികം വൈകാതെ അഭിരാമിയെ ശരത്ത് വിളിച്ചുകൊണ്ടുവരികയായിരുന്നു. ഇവർക്ക് 1.5 വയസ്സുള്ള ആൺകുഞ്ഞുണ്ട്. പെയിന്റിംഗ് തൊഴിലാളിയാണ് ശരത്. ഇരുവരും തമ്മിൽ സ്ഥിരമായി വഴക്കുണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. RDO എത്തി ഇൻക്വസ്റ്റ് ചെയ്ത ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. സംഭവം കൊലപാതകമാണെന്നാണ് യുവതിയുടെ ബന്ധുക്കളുടെ ആരോപണം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ എന്ന് നെടുമങ്ങാട് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 നെടുമങ്ങാട്. വയനാട് മാനന്തവാടിയിൽ ശസ്ത്രക്രിയകൾക്ക് വിധേയായ വീട്ടമ്മ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്നാരോപിച്ച് ബന്ധുക്കൾ രംഗത്ത്. പനമരം നീർവാരം കുന്നുംപുറത്ത് മനോഹരന്റെ ഭാര്യ നിഷയാണ് പുലർച്ചെ മരിച്ചത്. സംഭവത്തിൽ ബന്ധുക്കൾ മാനന്തവാടി പോലീസിൽ പരാതി നൽകി. ഗർഭാശയ രോഗവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 27-നാണ് പനമരം നീർവാരം സ്വദേശി നിഷ മാനന്തവാടി സെന്റ് ജോസഫ്സ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത്. ദിവസങ്ങൾക്ക് ശേഷം പഴുപ്പും നീർക്കെട്ടും കാരണം വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനുവരി 15-ന് രണ്ടാമതൊരു ശസ്ത്രക്രിയ കൂടി ചെയ്തു. വീണ്ടും വേദന കലശലായപ്പോൾ 3 ദിവസം മുമ്പ് നടത്തിയ 3ാമത്തെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബന്ധുക്കൾ മുൻകൈയെടുത്ത് നിഷയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും പുലർച്ചെ മരിക്കുകയായിരുന്നു. മാനന്തവാടി ആശുപത്രിയിൽ ചികിത്സാപ്പിഴവുണ്ടായതായി ആരോപിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ആദ്യം ചെയ്ത സർജറിയുടെ ഭാഗമായി വയറിന്റെ അകത്ത് ഇൻഫെക്ഷൻ സംഭവിക്കുകയും മുഴുവൻ ആന്തരിക അവയവങ്ങളെ ഇത് ബാധിക്കുകയും ചെയ്തു എന്നതാണ്. ഇത് ക്ലിയർ കട്ടായിട്ടുള്ള മിസ്റ്റേക്കാണ് സെന്റ് ജോസഫ് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത്. ബന്ധുക്കളുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് മാനന്തവാടി പോലീസ് അന്വേഷണം തുടങ്ങി. എന്നാൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും യാതൊരു ചികിത്സാപ്പിഴവും സംഭവിച്ചിട്ടില്ലെന്നാണ്
അധികൃതരുടെ വിശദീകരണം. ന്യൂസ് 18 വയനാട്. കാസർഗോഡ് ഹണി ട്രാപ്പ് കേസിൽ കൂടുതൽ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ്. സംഘത്തിന്റെ ചതിക്കുഴിയിൽ കൂടുതൽ പേർ കുടുങ്ങിയിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലവും റുബീന എന്ന യുവതി എങ്ങനെ ഈ സംഘത്തിൽ പെട്ടുവെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിനായി റിമാൻഡിലുള്ള 7 പ്രതികളെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. പ്രതികളെ മംഗലൂരുവിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കോഴിക്കോട് പെരുമണ്ണയിലെ പി ഫൈസൽ, ഭാര്യ കുറ്റിക്കാട്ടൂർ സ്വദേശി MP റുബീന, കാസർഗോഡ് ശിരുബാഗലുവിലെ N സിദ്ദിഖ്, മാങ്ങാട്ടെ ദിൽഷാദ്, മുട്ടത്തൊടിയിലെ നഫീസത്ത് മിസ്രിയ, മാങ്ങാട്ടെ അബ്ദുള്ള കുഞ്ഞി, പടന്നക്കാട്ടെ റഫീഖ് എന്നിവരാണ് ഹണി ട്രാപ്പ് കേസിൽ കാസർഗോട്ട് പിടിയിലായത്. മാങ്ങാട്ട് സ്വദേശിയായ 59-കാരനായ വ്യവസായിയെ നഗ്നചിത്രം കാണിച്ച് ഭീഷണിപ്പെടുത്തി 5 ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു സംഘം. തുടർന്നും പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തി. ഇതോടെ വ്യവസായി മേൽപ്പറമ്പ് പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സംഘം പിടിയിലാവുകയുമായിരുന്നു. സംഘാംഗമായ റുബീനയാണ് കമ്പ്യൂട്ടർ വാങ്ങിക്കാനുള്ള സാമ്പത്തിക സഹായം നൽകണമെന്ന അഭ്യർത്ഥനയോടെ വ്യവസായിയെ പരിചയപ്പെട്ടത്. തുടർന്ന് മംഗളൂരുവിലെത്തിച്ച് ഹോട്ടൽ റൂമിൽ നിന്ന് നഗ്നചിത്രങ്ങൾ എടുത്തു. പിന്നീട് പടന്നക്കാട്ടെ ഒരു വീട്ടിലെത്തിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. സംഘത്തിന്റെ ചതിക്കുടിയിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. റിമാൻഡിൽ കഴിയുന്ന 7 പ്രതികളെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. പ്രതികളെ മംഗളൂരു, പടന്നക്കാട് എന്നിവിടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ദ്രാവിഡ പോരാട്ട വീര്യം അനുസ്മരിപ്പിച്ച് വട്ടവടയിൽ കാളയോട്ട മത്സരം നടന്നു. ജല്ലിക്കെട്ടിന് സമാനമായ രീതിയിലാണ് വട്ടവടയുടെ മഞ്ചുവിരട്ട് നടക്കുന്നത്. നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായാണ് വട്ടവടയിലെ മഞ്ചുവിരട്ട്. വിത്തിറക്കുന്നതിന് മുന്നോടിയായുള്ള ആഘോഷമാണിത്. മത്സരത്തിന് മുൻപ് മന്നാടിയാരും മന്ത്രിയാരും ഉൾപ്പെടെയുള്ള ഗ്രാമമുഖ്യന്മാരെ ഗ്രാമീണർ പൊതുസ്ഥലത്തേക്ക് അനയിക്കും. പരമ്പരാഗത ഔദ്യോഗിക വേഷവിധാനങ്ങൾ അണിഞ്ഞാണ് ഇവരുടെ വരവ്. ഇത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഈ വിളവെടുത്ത് കളഞ്ഞ സമയമാണ് ഈ വൃക്ഷം വയ്ക്കുന്നത്. ഇത് തൈമാസം തൈപ്പൊങ്ങലെന്ന് പറയും. ഈ തൈപ്പൊങ്ങൽ വിശേഷം ഈ ജല്ലിക്കെട്ട് കൊണ്ട് ഇതൊരു കഥയേ ഉണ്ട്. മത്സരത്തിന് മുമ്പത്തെ 1 മാസക്കാലം മാടുകളെ കൃഷിയിടത്തിൽ ഇറക്കില്ല. മികച്ച പരിചരണം നൽകി കൊമ്പുകളിൽ അലങ്കാരങ്ങളും പതിപ്പിച്ച് ചായം പൂശിയാണ് ഇവയെ മത്സരത്തിന് കൊണ്ടുവരിക. ഗ്രാമത്തിലെ പ്രധാന കവലയിലേക്ക് വിവിധ വഴികളിൽ നിന്ന് ഓടിയെത്തുന്ന മാടുകളെ കർഷകർ കൊമ്പിൽ പിടിച്ച് നിർത്തും. പിടിച്ചു നിർത്തുന്നവർക്ക് പാരിതോഷികവും നൽകും. നാലര നൂറ്റാണ്ട് മുൻപ് തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയവരാണ് വട്ടവട നിവാസികളുടെ പൂർവികർ എന്നാണ് കരുതപ്പെടുന്നത്. ഇന്നും പഴയകാല കാർഷിക രീതികൾ പിന്തുടരുന്നവരാണിവർ. മഞ്ചുവിരട്ട് ദിനത്തിൽ നിരവധി ആളുകൾ പ്രത്യേക തലപ്പാവും പരമ്പരാഗത വസ്ത്രങ്ങളും ധരിച്ച് തങ്ങളുടെ കാളകളുമായി എത്തും. இந்த மாதிரி வரும்போது மாடு உழுகிறதெல்லாம் உழுவோம். உழுதுட்டு வாட்டுக்கு ஒரு பொங்கல் வைப்போம். அந்த பொங்கல் வைக்கும் போது இப்படி நாங்கள் வேஷம் போட்டு பரம்பரையாக நாங்கள் இது 600 வருஷத்துக்கு முன்னால் எங்கள் தாய் தகப்பன் செய்தது நாங்கள் இப்போ செய்துக்கிட்டு அப்படியே வந்துட்டு இருக்கோம். இந்த மாதிரியே இப்பவும் ஆகும். இனியும் இது மாதிரி பைய மாதிரி இது மாதிரி வந்துட்டே இருக்கும். ഇത്തവണത്തെ മഞ്ചുവിരട്ട് കൂടുതൽ ആഘോഷമായാണ് വട്ടവട നിവാസികൾ കൊണ്ടാടിയത്. സമീപ ഗ്രാമങ്ങളിൽ നിന്നും മത്സരത്തിനായി കാളകളെ കർഷകർ എത്തിച്ചിരുന്നു. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18 ഇടുക്കി.
വയനാട്ടിൽ നടത്തിയ പക്ഷി സർവേയിൽ 268 ഇനം പക്ഷികളെ കണ്ടെത്തി. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ നേതൃത്വത്തിൽ സൗത്ത്, നോർത്ത് വനം ഡിവിഷനുകളുടെ സഹകരണത്തോടെയായിരുന്നു സർവേ നടത്തിയത്. ജില്ലയിൽ ആദ്യമായാണ് ഒരു സർവേയിൽ ഇത്രയധികം പക്ഷികളെ കണ്ടെത്തുന്നത്. വയനാട് 4 ദിവസങ്ങളിലായി നടത്തിയ പക്ഷി സർവേയിലാണ് 268 ഇനം പക്ഷികളെ സംഘം കണ്ടെത്തിയത്. നഗര, അർദ്ധനഗര, തണ്ണീർത്തടങ്ങൾ, ഈർപ്പമുള്ളതും വരണ്ടതുമായ ഇലപൊഴിയും വനങ്ങൾ, ഷോല, പുൽമേടുകൾ, അർദ്ധനിത്യഹരിത വനങ്ങൾ തുടങ്ങിയ മേഖലകളിലായിരുന്നു സർവേ. ഇവിടെ നിന്നായി ബാണാസുര ലാഫിംഗ് ത്രഷ്, ജിയോർഡൻസ് ബസ, ബോണല്ലിസ് ഈഗിൾ, ടൈഗ ഫ്ലൈ ക്യാച്ചർ, ലെഗസ് ഹോക്ക് ഈഗിൾ, റെഡ് ഹെഡഡ് വോൾച്ചർ, ബ്ലാക്ക് സ്റ്റോർ, റെഡ് ബ്രസ്റ്റഡ് ഫ്ലൈ ക്യാച്ചർ തുടങ്ങിയ അപൂർവവും വ്യത്യസ്ത ഇനങ്ങളിലുമായി പക്ഷികളെയും കണ്ടെത്തി. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ നേതൃത്വത്തിൽ നോർത്ത്, സൗത്ത് വനം ഡിവിഷനുകളുടെ സഹകരണത്തോടെയായിരുന്നു സർവേ. 105 പേരാണ് സർവേയിൽ പങ്കെടുത്തത്. ന്യൂസ് 18 വയനാട്. ഇടവേളയ്ക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നു. ISL ഒരു മാസത്തിലധികം നീണ്ട ഇടവേളയ്ക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഇറങ്ങുന്നു. സൂപ്പർ കപ്പിലെ ഫൈനലിസ്റ്റുകളായ ഒഡീഷ FC യാണ് എതിരാളികൾ. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. അഡ്രിയാൻ ലൂണയും ക്വാമി പെപ്രയും പരിക്കേറ്റ് പുറത്തായതോടെ പുതിയ താരനിരയെ കളത്തിലിറക്കേണ്ട അവസ്ഥയിലാണ് ബ്ലാസ്റ്റേഴ്സ്. ലിത്വാനിയൻ താരം ഫെദോൾ ചെർണിച്ചും ഗോകുലം കേരളയിൽ നിന്നും തിരികെ വിളിച്ച നൈജീരിയൻ താരം ജസ്റ്റിൻ ഇമ്മാനുവലും ആദ്യ 11-ൽ എത്തുമോ എന്ന് ഉറപ്പില്ല. സസ്പെൻഷൻ നേരിടുന്ന KP രാഹുലിനും ഇന്ന് കളിക്കാനാകില്ല. സന്ധ്യയ്ക്ക് 6:30 മുതൽ ന്യൂസ് 18 കേരളത്തിൽ മത്സരം തത്സമയം കാണാം. പ്രഭാത കേരളത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇടവേളയ്ക്ക് ശേഷം ISL ആവേശം വീണ്ടും. ഒന്നാം സ്ഥാനം ഉറപ്പാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ്. പരുക്കിനെ മറികടന്ന് മുന്നേറാൻ കഴിയുമോ കൊമ്പന്മാർക്ക്? കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC. ഇന്ന് വൈകിട്ട് 6:30 മുതൽ ന്യൂസ് 18 കേരളത്തിൽ തത്സമയം. ഈ പരിപാടി നിങ്ങൾ